കുറച്ച് ദിവസങ്ങളായിട്ടേ അതിരാവിലെ എണീക്കുകയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള പുതിയ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ. ജോഗിങ്ങിന് പോവുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ ഞാൻ കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യം, ഉറക്കം, ഒപ്പം തന്നെ കുറേ കളത്തരങ്ങൾ ജീവിതത്തിൽ അങ്ങോട്ട് പഠിച്ചു. ഇപ്പോൾ ദേ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി നല്ല കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നേരെ ഇനി ഓഫീസിലേക്ക് പോകാൻ പോവാണ്. ഇന്നൊരു ശീലം കൂടി മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ TV കണ്ട് കഴിക്കുക എന്നുള്ളത്, ഇതിനും കൂടി ഒരു മാറ്റം വരുത്തണം. പുറത്തിറങ്ങിയ സമയത്തെ വീടിൻ്റെ മുൻഭാഗത്ത് കുറച്ച് കാട് മൂടിയ പ്രദേശം, അവിടെ കുറച്ച് ആളുകൾ കൂടിക്കുന്നത്. അപ്പോൾ അവിടെ പോയ സമയത്ത് കണ്ട കാഴ്ചയായിട്ട് ഒരു ഫാമിലിയിൽ എല്ലാവരെയും വെട്ടിവെച്ച് കൊന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല കേട്ടോ, ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഏരിയയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് ആളുകൾ മരിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു. മരണവും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാണ് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റുകാർ വെട്ടിവെച്ചിട്ട് ഒരു കുടുംബമാണ് ഈ കാണുന്നത്. പന്നി കുടുംബമാണ്. അതിൽ അച്ഛനും അമ്മയും മക്കളെല്ലാവരും കാണും. വിഷമമാണ്, പക്ഷേ എന്താ ചെയ്യുക, മനുഷ്യനായി പോയില്ലേ. ഇതിൽ പ്രത്യേക അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അവരൊരു ജീവനാണെന്നൊരു വേദന എന്തായാലും എനിക്കും ഉണ്ട് കേട്ടോ. എന്താണെങ്കിൽ ഓഫീസിലെത്തിയ സമയത്ത് എല്ലാവരും ടെൻഷനായിട്ട് ഓരോ ജോലിയിൽ നിൽക്കുകയാണ്. മാസാവസാനമൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ തീരെ നമ്മുടെ കൺട്രോളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. എന്താണ് നമ്മുടെ സന്തോഷമായിട്ടും വൈകിട്ട് വിളിച്ചു, നമുക്ക് ഫർസര പോകുമെന്ന്, ഞാൻ ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഞാനും നമ്മുടെ സജിത്തേട്ടനും സന്തോഷേട്ടനും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലെത്തിയ സമയത്ത് വെച്ചാൽ നമ്മുടേതായ കുഞ്ഞാപ്പിയോടെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്താ വെച്ചാൽ വരുന്ന സമയത്ത് അപ്പു 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 എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണം. ഇപ്പോഴത്തെ മഞ്ജു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഒപ്പം തന്നെ വരുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. എന്താ ഭംഗിയില്ലേ. നമ്മുടെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ആസ്വദിക്കാൻ കുറച്ചെങ്കിലും സമയം വെച്ച് കഴിഞ്ഞാൽ ജീവിതം വളരെ രസകരമാണ് കേട്ടോ.